ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിവ്യൂ ആദ്യ. അപ്പം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ റമദാൻ 5 നോമ്പ്. അപ്പം നമ്മൾ എന്ന് വിടണ മാതിരി ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ റീൽസ് എന്താ ഉണ്ടാക്കാൻ പോണത്? ഇന്ന് നമ്മള് വെള്ളപ്പവും പിന്നെ അതേപോലെ മുട്ടക്കറി ഉണ്ടാക്കണം. ഞാൻ മുട്ട ബിരിയാണി വിചാരിച്ച, പക്ഷെ ഞാൻ ചോറുണ്ടാക്കി പോയി. ഞങ്ങള് ചോറ് രാത്രിക്ക് ഉണ്ടാക്കി, പക്ഷെ ഞങ്ങൾ ഓർത്തില്ല, പിന്നെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ കളത്ത് ചോറൊക്കെ ആക്കി വെച്ചത്. രാത്രി കാര്യമാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളിന്ന് വെള്ളപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ പോണത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോമ്പ് 5 കുറച്ച് ക്ഷീണൊക്കെ ഇന്ന് ലീവ് ചെയ്യുന്നുട്ടോ, കാരണം പണിയില്ല. ലീവ് പറഞ്ഞാൽ പണിയില്ല, ആഴ്ചയിൽ ഇപ്പൊ 2 ദിവസം പണിയില്ല. അങ്ങോട്ട് തന്നെ പോയി തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു. മരം കമ്മിയാണ്, അതാ മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ മെയിൻ ആയിട്ടൊന്നുമില്ല, നമ്മള് സാധാരണ റമദാനിന് ഇടുന്ന മാതിരി തന്നെയാണ് ഫുഡും കാര്യങ്ങളും. പിന്നെ പണിയില്ലാത്തോണ്ട് ഞങ്ങളൊരു 10:30-11 വരെ കടന്നുറങ്ങി. 12 മണി വരെ ഉറങ്ങി. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എണീറ്റ് നിസ്കാരം കഴിഞ്ഞിട്ടോ ഉറങ്ങി. പിന്നെ സാധനങ്ങളൊക്കെ. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഫസ്റ്റ് നമ്മള് കുക്കിങ്ങിലോട്ട് തന്നെ കടക്കുകയാണ്. നമ്മള് ദോശ ചൂടാൻ പോവാ. ദോശ വെള്ളപ്പം ചൂടാൻ. ചിലപ്പോ ആദ്യം ഉണ്ടാവില്ല, ഞാൻ മാത്രമേ കാരണം ആദ്യം ചിലപ്പോ ചങ്ങായിമാരുടെ അടുത്ത് പോയിരിക്കും. കാരണം എനിക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ കൊടുക്കുന്നതാണ്. ടൈം ഉണ്ടെങ്കിൽ ഇന്നലത്തെ മാതിരി നമ്മള് കൊക്കവട അല്ലെങ്കിൽ ഉള്ളിവട ഇന്നലെ കൊക്കവട ഉണ്ടാക്കി. വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്, എങ്ങനെയൊക്കെ ഉണ്ട് അറിയാൻ വേണ്ടി. എന്നും പുറത്തുനിന്ന് വാങ്ങാൻ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഗായ്സിലാക്കാം കേട്ടോ. ഞാൻ നേരെ അപ്പം ചുടാനല്ല പോയത്, പിന്നെ ഉള്ളി അരിയാനാണ്. ആദ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ട് എടുക്കുക പോയി. പിന്നെ എന്താ പറയുക, ഞാൻ ആമിമോളും മാനേജ് ചെയ്യണം, കാരണം ഒറ്റക്കാണ്. അപ്പോൾ ആമിമോളതും കുറച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അറിയും, പിന്നെ ആമിമോളെ ശ്രദ്ധിക്കും. ആമിമോൾ എന്താ പറയണത് നമ്മൾ മൈൻഡ് ചെയ്യണുണ്ട് എന്ന് നമുക്ക് തോന്നണം, അല്ലെങ്കിൽ പണി പാളും. കാരണം നമ്മൾ ഒറ്റക്കാണല്ലോ മാനേജ് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പാത്രം എടുക്കാൻ പോയതാട്ടെ, കാരണം ആ ഉള്ളിയൊക്കെ അതിലിട്ട് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, 2 പേരുള്ളല്ലോ. പിന്നെ ആമിമോളൊന്നും എണ്ണത്ത് കൂട്ടാൻ പറ്റൂല. അത് തിന്നില്ലെങ്കിൽ ഇല്ല, അതേമാതിരിയാണ്. തിന്നില്ലെങ്കിൽ കുറയൂല ചോറൊന്നും. അപ്പം ഞാൻ ചോറൊക്കെ ഊറ്റിയിട്ടിട്ടാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ചോറൊക്കെ ഊറ്റിയിട്ടിട്ടെന്ന് തോന്നണേ. ഞാൻ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടപ്പോൾ വോയിസ് റെക്കോർഡ് കൊടുക്കണേ. അപ്പോൾ ഞാൻ മറന്നുപോയി. ആക്കട്ടെ, ഞാൻ അപ്പം ചുടാനാണ് പോയിട്ടുള്ളത്. അപ്പം ചുട്ടുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ അപ്പുറത്തത് ചട്ടിയിൽ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഇവിടെ എല്ലാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആമിമോൾ അതിൻ്റെ ഇടയ്ക്ക് താഴെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കളിക്കാൻ, അല്ലെങ്കിൽ മക്കളെ അടങ്ങി നിൽക്കൂല. പിന്നെ ആദ്യക്കിപ്പോൾ പണി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോമ്പിന് 7 മണി to 2 മണി വരെയാണ്. 2 മണീൻ്റെ ശേഷം വീട്ടിലേക്ക് വരും. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയി ഫ്രഷ് ആകുമ്പോഴത്തേനും 3 മണിയാവും. നമ്മൾ അടങ്ങിക്കാത്തതുകൊണ്ട് ഞാൻ രാഗിയൊക്കെ കൊടുക്കട്ടെ കുപ്പിയിൽ വെച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ പാത്രം പിടിക്കുന്ന സാധനം ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊടുക്കാൻ നോക്കി. അതൊന്നും രക്ഷയല്ല കേട്ടോ, അടങ്ങി നിൽക്കണം. അവിടെ നല്ല പാട്ടാണ്, നല്ല യുദ്ധമാണ് താഴത്ത്. ഞാൻ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട്, അതും പോകില്ല മക്കളെ, ഒന്നും പോകൂല. ചിറിച്ചു കൊടുത്താൽ അധികം മയങ്ങും കരുതിയാണ് ചിറിച്ചത്. പിന്നെ അതും നടന്നില്ല. ഞാൻ പറഞ്ഞു പോയി പണി വെക്കുമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ തന്നെ ദേഷ്യം വന്നിട്ടോ. ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യണ്ടേ, പക്ഷേ എനിക്ക് ഇന്നൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ചില നേരത്തെ. അവളെ ദേഷ്യവും വാശിയും കണ്ട, അവൾക്ക് അത്രക്കും വാശിയാണ്. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നുമില്ല പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. രണ്ടിൻ്റെ ഒരു വാശി കൂടിയതാന്ന് പറയാലോ. രാത്രിക്കൊക്കെയുള്ള ചീര കറി റെഡിയാക്കിക്കൊണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് ആമിമോൾ തുമ്മിട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ചീരക്കറി റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് ഇനി ചായ ഉണ്ടാക്കാനും മുട്ടക്കറി ഉണ്ടാക്കാനും തന്നെ ഉള്ളൂ കേട്ടോ പണി. ഇന്ന് മുട്ടക്കറിയാണെന്ന് പറഞ്ഞല്ലോ. ആദ്യം മുട്ട ബിരിയാണി വെച്ചാലും എഴുതി, പിന്നെ വേണ്ട കുറച്ച് പണിയാണ്. പണി അറിയാൻ മാത്രമൊന്നുമില്ല, ഒറ്റക്ക് വെക്കുമ്പോഴുള്ളൊരു പണിയാണ് എന്നുള്ളൂ, പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യം പറഞ്ഞു നമ്മൾ ചോറ് ഓൾറെഡി വെച്ച് പോയല്ലോ, ഇനി നാളെ നോക്കാമെന്നൊക്കെ പറഞ്ഞ്. ചിക്കൻ ഇപ്പോൾ ഇന്ന് വാങ്ങി നാളെ വാങ്ങില്ല, മറ്റന്നാൾ വാങ്ങും. അങ്ങനെ ആകുമ്പോൾ മടുക്കാണ് ചിക്കന്. പറയാൻ മാത്രം കുറേയൊന്നും വാങ്ങൂല, കുറച്ച് വാങ്ങുള്ളൂ 2 പേർക്ക്. പക്ഷെ എന്നാലും ഒരു മടുപ്പാണ്, തിന്നാൻ കഴിയില്ല. ഇനി നോമ്പ് പറ്റേണ്ടതാണ്, ഒന്നും അറിയൂല. അങ്ങനെ പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയാനുള്ളത്? എന്നത്തെയും മാതിരിനെ സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. കടയിൽ നിന്ന് കിട്ടണ ഒരു വലിയ ഉള്ളിവടയൊന്നുമല്ല, നമ്മൾ ചെറിയ ആമിമോളെ വലിപ്പമല്ല ഉള്ളിവട കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ആമിമോൾ ഇതാക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ഉള്ളിവട കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓൾക്ക് എരിയുന്നൊന്നും ഇല്ല തോന്നണേ. എനിക്ക് നല്ല മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പൊക്കെ തുറന്നു. ആമി നോമ്പ് തുറന്നോ?
ഇല്ലാന്ന്. അപ്പോൾ ഫുൾ നോമ്പ് എടുക്കുക. നോമ്പ് ഇതിൻ്റെ അവസാനം ഒന്നില്ലേ? ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ. എന്നിട്ട് നേരെ കൊടുത്ത് ഉള്ളിവട കേട്ടോ. അവൾക്ക് വെള്ളത്തിനോട് നല്ല ഇഷ്ടമാണ്. വെള്ളത്തിന് ഒരു ബേസിൽ വെള്ളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കളിക്കൂട്ടോ. പക്ഷെ ഞങ്ങൾ വെള്ളം അങ്ങനെ കൊടുക്കലില്ല കളിക്കാൻ. പക്ഷെ നിവർത്തിക്കേടുകൊണ്ട് കൊടുക്കും ചില ടൈമിൽ. ഈ ഉറങ്ങി വെച്ചാൽ ഈ കരച്ചിലൊക്കെ നിർത്താതെ നിലവിളിക്കണേ. അപ്പോൾ കണ്ടോ കണ്ണിൻ്റെ അവിടെ വെള്ളം ചാടിക്കിടക്കാൻ വലിയ ഉണ്ട്. കരഞ്ഞുകൾ പോള്. മക് തരുമോ പൊന്നെ? മക് തരുമോ? ഇപ്പച്ചി ഇവിടെ ഇപ്പച്ചി പള്ളിയിൽ പോയിക്കാണ്. പറ എമ്മച്ചിക്ക് വേണ്ട കഴിച്ചോ. അത് ഏതാ സന്തോഷം അറിയോ. ഇവളെ കുറവ് എവിടെ കണ്ടേ. അപ്പോൾ ഗായ്സ് ഇതാക്കണ റമളാൻ 5 ഞങ്ങൾ 5ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ വെള്ളപ്പം മുട്ടക്കറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോമ്പ് പള്ളിക്കുന്ന അവിടെ തുറന്നിപ്പോൾ വന്നു. ഇപ്പോൾ റിന്യൂസ് നോമ്പ് അവർ കാരക്കയും പിന്നെ വെള്ളം കുടിച്ച് തുറന്നു പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ പള്ളിക്കുന്ന കുറച്ച് അത്യാവശ്യമല്ല കുറച്ച് പാകത്തിന് നോമ്പ് തുറന്ന് പോകുന്നതാണ്. റിന്യൂസ് എങ്ങനെയുണ്ട് മുട്ടക്കറിയൊക്കെ? ഓളുണ്ടാക്കിയതായതുകൊണ്ട് ഭയങ്കര രസമുണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് ഇതാക്കണ ഉള്ളിവട ഉണ്ട്, മുട്ടക്കറി ഉണ്ട്. ഒരു വേറെ ഒരു സ്പെഷ്യൽ ഉള്ളിവടയാണ്. ഇവിടെ എന്താ 5ാമത്തെ നോമ്പ് എങ്ങനെ ഉണ്ട്? എന്നാ തല ഇറങ്ങി വീഴുക? അത്രക്ക് സ്ട്രോങ് ആണ്. അമ്മിമോളാക്കണ് ഇവിടെ നോമ്പ് തുറന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മിമോൾക്ക് പിന്നെ എന്ത് നോമ്പില്ലായിരുന്നോ? ഞാനും കൂടി കഴിച്ചട്ടെ. ഇവിടെ കണ്ടില്ല ആമിമോള് സലാത്തുമാലല്ല അവളപ്പച്ചി ഇതാക്കണേ. ആമിമോള് സലാത്തുമാലല്ല കേട്ടോ, സലാത്തല്ല കേട്ടോ. പെരും കളിയിലോളും ഒരു രണ്ടാളും. ഇവിടെ എന്താ നല്ല സൗണ്ട് മിറ്റത്ത് പോയില്ല. എന്താ അവളെ കളി? ആദ്യക്കൊന്നും നാളൊന്നും പണിയില്ലല്ലേ? അതെ, ഇന്നും നാളൊന്നും പണിയില്ല. നാളെ നോമ്പായിട്ടല്ലാത്തത്. ഇന്ന് അതിനെ നോമ്പായിട്ടല്ലേ. പിന്നെ ഇന്ന് പറഞ്ഞാൽ ഇന്ന് മരമില്ലാത്തോണ്ട്, മിന്നാന്നും മരമില്ലാത്തോണ്ട്. എന്നാ പിന്നെ വീഡിയോ നമുക്ക് അവസാനിച്ചാലോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? നമ്മള് പൂച്ചന്റെ മുടി വെട്ടി കൊടുക്കണ്ടെന്ന്. അല്ലേ കഴിക്കലില്ലേ? ശരി 3:30 4 മണിക്ക് തന്നെ. 3:30 എണീക്കും, പക്ഷെ കടക്കേന്ന് എണീക്കൊന്നുമില്ല. എത്താമി മോളെ വേക്കല്. 5ാമത്തെ നോമ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, കാരണം പട്ടിണി ഇടുന്നോണ്ട്. വീഡിയോ എത്ര ഉള്ളൂ? അതെ. അതെ. ഇതിനൊപ്പം കളിച്ചാൽ പിന്നെ സീനാവും. കുറവായി അതന്നെ അറിയുള്ളൂ. അതിന് മുന്നൊരു കാര്യമാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡിന്റെ കാര്യം വിശദീകരിച്ച് പറഞ്ഞെടുത്താലോ? എല്ലാവരും പറയണേ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കുറച്ച് ഉറക്കനെ പറഞ്ഞു.
വണ്ടി ഇല്ലെന്ന് ഞങ്ങളൊക്കെ പുറത്ത് ഇടക്ക് വാങ്ങും. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. വണ്ടി ഇപ്പൊ വർഷാപ്പിലായിട്ട് തന്നെ 1 മാസമായി. പിന്നെ നോമ്പ് ഇപ്പൊ 5ാമത്തെ നോമ്പായി. ഇപ്പൊ പിന്നെ പുറത്തുനിന്ന് ഫസ്റ്റ് ദിവസം നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ നമുക്ക് പത്തിരി പാത്രമില്ല. പിന്നെ എന്താ പൊറാട്ട പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും വാങ്ങണതാ. പിന്നെ തണ്ണിമത്ത അതും സ്വാഭാവികമായിട്ട് വാങ്ങും. പിന്നെ ഈവനിങ് സ്നാക്സും അതും പുറത്തുനിന്ന് വാങ്ങും. പിന്നെ കഴിയുന്നവർക്ക് ഉണ്ടാക്കും, നമ്മൾ കഴിയണല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കണ്ടവർ ഇവർ ഫുൾ ഫാസ്റ്റ് ഫുഡ് ഈ പറയുന്നവരൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അതെ, എന്നും ഇപ്പൊ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അമ്പാഞ്ഞില്ലേ കയറി പൈസ ഉണ്ടെങ്കിൽ. അതെ 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 ശരി. അതെ, പിന്നെ കാലം തെളിയിക്കണ മാതിരി തന്നെ ഉണ്ടാവുള്ളൂ ഓരോന്ന്. അതായത് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നും പുറത്തുനിന്ന നമ്മൾ ഈ പുറത്തുനിന്ന് കഴിക്കണത് അടുപ്പിച്ചിടുന്നോണ്ടായിരിക്കും അങ്ങനെ. പക്ഷെ അത് എന്തെങ്കിലും എടുത്തതായിരിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരം എഡിറ്റ് ചെയ്യാൻ കഴിയുണ്ടാവില്ല. കുറേ കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതെ, അത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആദ്യം നോമ്പ് വെക്കാറില്ലേ, നിസ്കരിക്കാറില്ലേ എന്നൊക്കെ. ആദ്യം എന്തുമായിരുന്നു, മുസ്ലിമായി കരുതിയാണ്ട് നിസ്കാരം ആദ്യത്തെ തീ തന്നെ അല്ല നിൽക്കണത്. നിസ്കാരം ഓത്തും എല്ലാം ഉണ്ട്. അവനെ കൊണ്ട് കഴിയണ അരി അവൻ നിസ്കരിക്കാൻ അറിയും. പക്ഷെ അവനെ കൊണ്ട് കഴിയണ അരി അവൻ ഓതും. കാരണം പക്ക ഖുറാനോത്തൊന്നും അറിയില്ല, ഉള്ള പോലെ. അതെ, ഓൻ പഠിച്ചത് ഓൻ കണ്ടിന്യൂസ് ആയിട്ട് മറക്കാതെ കൊണ്ടെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരാളെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും അറിയാം ഇന്നെ കിട്ടാനാണ് ഈ മുസ്ലിമാർ. ഇന്നെ കിട്ടാനായിരിക്കാം, പക്ഷേ അവൻ എന്തേലും കാണാതെ ഒരിക്കലും മുസ്ലിം ആവില്ല. വരണമെന്നുണ്ടെങ്കിൽ അതെന്തേലും കാണൂല. അപ്പൊ ഈ എന്തുകൊണ്ടാ വന്നത്? ഞാൻ എന്തുകൊണ്ടാ വന്നെച്ചാല് ഞാൻ ഇതിന് മുന്നേ ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മളെ സാഹചര്യങ്ങള് ഞാൻ +1 +2 അല്ലേ, വാങ്ങാൻ പറ്റുമോ, ചെറിയ ചെക്കനാണ്, പയ്യമ്മക്കും ചിന്ത വന്നിട്ടില്ലേ. പിന്നെ ഇങ്ങനെ ഇസ്ലാമിൽ ചങ്ങായിമാരൊക്കെ മുസ്ലിംസ് ആയിരുന്നു. ഓലൊക്കെ തമാശ നമ്മക്ക് മാറാൻ കഴിയില്ല, നമ്മൾ ഇന്ത്യല്ലേ, ചെറിയ ചെക്കനാണ്. അതാണ് സംഭവം. നിങ്ങൾ വിചാരിക്കണ എന്നെ കിട്ടാൻ വേണ്ടിട്ടല്ല, എന്നെ കിട്ടാനുണ്ട്, അതുകൊണ്ട് എന്നെ കിട്ടാനുണ്ട്. കിട്ടിയത് എന്നെ കിട്ടിയപ്പോഴാണ്. പിന്നെ എന്നെ കിട്ടാനും ഉണ്ട്. പിന്നെ എല്ലാവരും പറയണത് എന്താ പറയുക, എന്നെ വന്നുകാണ്ട് ചാടിച്ചു പോയത് തന്നെയാണ്. പക്ഷേ എന്നെ വന്ന് മാന്യ രീതിക്ക് 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. 2 വട്ടം മാന്യമായ രീതിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചാടിച്ചു പോയിട്ടില്ല ഞങ്ങളിവിടെ പറഞ്ഞിട്ടില്ലല്ലേ ഏത് വീഡിയോയിലും. ഇല്ല. പിന്നെ ചാടിച്ച് പോയിട്ടില്ല, ഞങ്ങൾ അന്തസ്സോടെ കല്യാണം കഴിച്ചു, അതും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പൊ എല്ലാവരും സംസാരിക്കുമ്പോ മാന്യ രീതിക്ക് സംസാരിക്കുക, കുറ്റപ്പെടുത്താതെ ഒക്കെ അറിഞ്ഞിട്ട് സംസാരിക്കുക. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വീഡിയോ ഈ ഫുള്ള് വീഡിയോ കാണാൻ മിനിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ. നോക്കട്ടെ. അയ്യാമി അടങ്ങി.